ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനുപമ ആരാണ് എന്നുള്ള സത്യം രാമനുണ്ണി വക്കീൽ ഇന്ന് തിരിച്ചറിയുകയാണ്. അനുപമയുടെ എല്ലാ കള്ളത്തരങ്ങളും ചീട്ടുകൊട്ടാരം പോലെ ഇന്ന് പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു. അഞ്ജലിയുടെ ചേച്ചിയാണ് അനുപമ എന്നുള്ള സത്യം വീട്ടിലെ എല്ലാവരും മനസ്സിലാക്കുകയും രാമനുണ്ണി വക്കീല് വരുമ്പോൾ ഇത് പറയുകയാണ്. അപ്പോൾ രാമനുണ്ണി വക്കീല് ചോദിക്കുന്നുണ്ട്, ആ 25 ലക്ഷം രൂപ നീ എടുത്തോ, നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഓർ നോ എന്ന് പറയും. യെസ് എന്ന് അനുപമ പറയുന്നതോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് വന്നിട്ടുണ്ട്. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. അനുപമയെ രാമനുണ്ണി വക്കീല് അടിച്ചിറക്കി വീട്ടിൽ നിന്ന് വിടുകയാണ്. ആരും തടയാനായിട്ട് നിൽക്കുന്നില്ല. അബി ഉൾപ്പെടെ വീട്ടിലെ ഒരാൾ പോലും അത് തടയാനായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടാതെ ഇരിക്കുവാനായിട്ട് ചില പൊടിക്കൈകളൊക്കെ അനുപമ ശ്രമിക്കുമെങ്കിലും അതൊന്നും നടപടിയാവുന്നില്ല എന്ന് പുറമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അനുപമ പറയുന്നുണ്ട്, ഞാൻ ഏത് വീട്ടിൽ നിന്ന് വന്നതാണ് എന്ന് ഇവിടെ ആരും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അവിടെ നടപടിയാവുന്നില്ല. രാമനുണ്ണി വക്കീൽ അടിച്ചിറക്കി വിടുകയാണ്. ഇനി നീ എൻ്റെ കൺമുമ്പിൽ ഒരിക്കൽ പോലും വന്നു പോകരുത് എന്ന് രാമനുണ്ണി വക്കീൽ പറയുകയാണ്. എന്താണെങ്കിലും അതാണ് പ്രധാനമായിട്ട് ആദ്യം പ്രൊമോയിൽ കാട്ടിയത്. പിന്നീട് നമ്മൾ കാണുന്നത് രാജീവനും അഞ്ജലിയും ഉള്ള ഒരു സീനൊക്കെയാണ്. അതങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുപമ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത് എന്ന് നമുക്ക് പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അവിടെ എത്തുമ്പോൾ അനുപമ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, അഞ്ജലി ഒരു ഹാർഡ് ഡിസ്ക് എടുത്ത് മറ്റേ നമ്മുടെ അമ്മയുടെ മോളെ ആര്യയെ കാട്ടുകയാണ്. ഇങ്ങനെ ഇതിൽ രാമനുണ്ണി വക്കീലിനെയും കുറുപ്പിനെയൊക്കെ അത് പൂട്ടാനുള്ള എല്ലാ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മയുടെ മോളെ കാട്ടുമ്പോൾ ഇത് അനുപമ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്താണെങ്കിലും ആ ഹാർഡ് ഡിസ്കിലുള്ളത് ഒന്നെങ്കിൽ രാമനുണ്ണിയും കുറുപ്പൊക്കെ കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്നതും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു കൂടുതൽ ശതമാനം ചാൻസും പത്മ കേസുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളായിരിക്കാം. അപ്പോൾ അനുപമയ്ക്ക് തേടിയ വഴി ഒരു പക്ഷെ കാലിൽ ചുറ്റിയൊരു ഫീലായിരിക്കും അപ്പോഴുണ്ടായിട്ടുണ്ടാവുക. കാരണം രാമനുണ്ണി വക്കീലിന്റെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു കയറുക എന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുപമയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി ഏത് നെറുകെട്ട കളിക്കും ശരിക്കും പറഞ്ഞാൽ അനുപമ ചെയ്യുമെന്നും നമുക്കറിയാം. അപ്പോൾ അനുപമ ആലോചിക്കും, ആ ഹാർഡ് ഡിസ്ക് കൈക്കലാക്കണം. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഉറപ്പായിട്ടും അനുപമ രാമനുണ്ണി വക്കീലിൻ്റെ അടുത്ത് വില പേശും, തിരിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കും. മിക്കവാറും അത് തന്നെയായിരിക്കും അനുപമയുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. എന്താണെങ്കിലും ഈ ഹാർഡ് ഡിസ്ക് അനുപമയുടെ കണ്ണിൽപ്പെട്ടത് മിക്കവാറും അഞ്ജലിക്ക് വലിയൊരു വിനയായി മിക്കവാറും മാറാനായിട്ട് ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെയായിരുന്നു ഇന്നത്തെ പ്രൊമോ. നിങ്ങളെല്ലാവരും എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ.